everyone, welcome back to my channel. അപ്പോൾ എല്ലാവർക്കും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ ലാസ്റ്റ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതിൽ സന്തോഷമുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എങ്ങനെ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് കണ്ണെഴുതാമെന്നാണ്. അപ്പോൾ സാധാരണ ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ട്രഡീഷണൽ വെയർ ഇടുമ്പോഴത്തേക്കും, അതായത് സാരി സൽവാറൊക്കെ ഇടുമ്പോഴത്തേക്കും ഇങ്ങനെ നന്നായിട്ട് കണ്ണെഴുതാറുണ്ട്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ടിപ്സും ട്രിക്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഒട്ടും താമസിക്കാതെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. സോ വിത്തൗട്ട് എനി ഫർദർ ado, let's get into the വീഡിയോ. അപ്പോൾ ആദ്യം തന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നിങ്ങളുടെ കണ്ണിൻ്റെ അടിയിൽ എന്തെങ്കിലും എണ്ണമയോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റണം. ഇത് എന്തിനാണ് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ എഴുതുന്ന കാജൽ സ്മഡ്ജ് ആവാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ഒന്നെങ്കിൽ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുക, അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് മേബ്ലിൻ്റെ കോമ്പാക്ട് പൗഡറാണ്. അത് വെച്ച് ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഡാബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ ലാക്മേയുടെ ഐലൈനറാണ്. അപ്പോൾ നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ഐലൈനർ ആയിരിക്കും, കാരണം അത്രയ്ക്ക് ചീപ്പുമാണ്, അതേസമയം നല്ല പ്രോഡക്റ്റാണ്. അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഞാനിപ്പോൾ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ലോവർ ലാഷ് ലൈനിൽ ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ കൺപീലിയോട് ചേർന്നിട്ട് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ എന്തിനാണ് ഇങ്ങനെ ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ കാജൽ യൂസ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും സ്മഡ്ജ് ചെയ്യാനുള്ള ചാൻസ് കുറഞ്ഞു കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഒരു ഐലൈനർ യൂസ് ചെയ്ത് ആദ്യം ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം ഞാനിപ്പോൾ ഇവിടെ ഒരു ക്യൂറ്റിപ്പ് എടുക്കുകയാണ്. ക്യൂറ്റിപ്പ് വെച്ചിട്ട് നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റാനായിട്ട് നമ്മുടെ ലോവർ ലാഷ് ലൈനിൽ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പം എന്തെങ്കിലും വാട്ടർ കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ അത് ക്യൂറ്റിപ്പ് ഇങ്ങനെ എടുത്തോളും. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കാജൽ നല്ല ഭംഗിയായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന കാജൽ വന്നിട്ട് ലാക്മേയുടെ തന്നെ കാജലാണ്. ഇത് സ്മഡ്ജ് ചെയ്യും. എനിക്ക് അധികം യൂസ് ചെയ്യുന്നത് വലിയ താല്പര്യമില്ല, എന്നാലും ഇങ്ങനെയുള്ള സ്പെഷ്യൽ ഒക്കേഷൻസ് ഒക്കെ വരുമ്പോഴത്തേക്കും ഞാൻ കാജൽ യൂസ് ചെയ്യാറുണ്ട്. അപ്പം ഞാൻ ജസ്റ്റ് ആ കാജൽ യൂസ് ചെയ്ത് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ താഴത്തെ കാജൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം വന്നിട്ട്, ഔട്ടർ കോർണറിലോട്ട് വരുമ്പോഴത്തേക്കും നല്ല കട്ടിക്ക് എഴുതി കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ കണ്ണ് നല്ലപോലെ വിടർന്നിരിക്കും. അപ്പോഴേ കാണാൻ നല്ല ഭംഗി ഉണ്ടാവുള്ളൂ. അത് ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മൾ താഴെ മാത്രമല്ലേ വരച്ചിട്ടുള്ളൂ, അപ്പോൾ മുകളിൽ കൂടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. എങ്കിലേ ആ ഒരു കംപ്ലീറ്റ് ലുക്ക് കിട്ടുള്ളൂ. വെറുതെ മുകളിൽ മാത്രം വരച്ചാൽ പോരാ, കണ്ണിൻ്റെ ഉള്ളിൽ മുകളിലത്തെ ഭാഗത്ത് കൂടെ നന്നായിട്ട് കാജൽ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ കാജൽ യൂസ് ചെയ്ത് മുകളിൽ നന്നായിട്ട് എഴുതി കൊടുക്കുകയാണ്. നല്ല കട്ടിക്ക് തന്നെ എഴുതി കൊടുക്കുകയാണ്. അത്ര വൃത്തിയായിട്ടിരിക്കണമെന്നൊന്നുമില്ല, ജസ്റ്റ് കട്ടിക്കൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനി ഞാൻ നമ്മുടെ ലാക്മേയുടെ ഐലൈനർ യൂസ് ചെയ്ത് നമ്മൾ കാജൽ അപ്ലൈ ചെയ്ത സ്ഥലത്തെല്ലാം ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമ്മൾ മുകളിലത്തെ ഭാഗത്ത് കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കണം. പിന്നെ താഴത്തെ ഭാഗത്തും അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു, അവിടെയും ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്താലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ കാജൽ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, അത് സ്മഡ്ജ് ചെയ്യുന്നത് കുറയുകയും ചെയ്യും. മാത്രമല്ല നല്ല ബ്ലാക്ക് കളർ കിട്ടുകയും ചെയ്യും. അപ്പോൾ നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട്. അപ്പോൾ നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്തപ്പോൾ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടോ അല്ലെങ്കിൽ നമ്മൾ കാജൽ എവിടെയെങ്കിലും ആയിട്ടൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഒരു ക്യൂറ്റിപ്പ് യൂസ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് അത് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ഐലൈനർ ലുക്ക് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ അതേ കമ്മലിടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഞാൻ 2 കമ്മൽ എടുത്തിട്ടുണ്ട്. ഇതിലിപ്പോൾ റൈറ്റ് സൈഡിൽ കാണിക്കുന്ന കമ്മലാണ് സാധാരണ ഞാൻ ഈ ഡ്രസ്സിൻ്റെ കൂടെ ഇടാറ്. അപ്പോൾ ഞാനൊരു വെറൈറ്റിക്ക് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ജുംക്ക കൂടെ എടുത്തത്. ആ ജുംക്ക എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ് ജുംക്കയാണ്. അപ്പോൾ നിങ്ങൾ പറയൂ ഏത് കമ്മലാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ചേരുന്നതായിട്ട്. അപ്പോൾ എനിക്ക് റൈറ്റ് സൈഡിൽ കാണിച്ചതാണ് ഇതിൽ കൂടെ ചേരുന്നതായിട്ട് തോന്നിയത്. അപ്പോൾ ഈ വീഡിയോ യൂസ്ഫുൾ ആവും എന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സും ഫാമിലി ആയിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.